പല്ല് തേഞ്ഞ് തീർന്നാൽ എന്ത് ചെയ്യും? പല്ല് തേഞ്ഞ് തീരുകയാണ്. മേളത്തെ പല്ലും താഴത്തെ പല്ലും ഒക്കെ തേഞ്ഞ് തീർന്നു പോവുകയാണ്. ഇതിന് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ കാര്യം, പലപ്പോഴും പല്ലുകൾ പലതും പറിച്ചു കളഞ്ഞായിരിക്കാനാണ് സാധ്യത. അതാണ് ഏറ്റവും കൂടുതൽ വലിയ കാരണം. കാരണം വെച്ചാൽ കുറേ പല്ലുകൾ നഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പല്ലുകൾ കൊണ്ട് ചവയ്ക്കണം. അത് വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ 32 പേരുണ്ടായിരുന്നു, അതിനകത്ത് കുറേ പേരൊക്കെ പിരിഞ്ഞു പോയി. ബാക്കിയുള്ള 16 ബാക്കിയുള്ളൂ. അല്ലെങ്കിൽ ചില ഭാഗത്തൊന്നും ആളില്ല. അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ഇല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായി മാറും. അങ്ങനെയൊക്കെ വരുമ്പോൾ ബാക്കിയുള്ള പല്ലുകളാണ് അതിൻ്റെ ലോഡെല്ലാം പിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തേഞ്ഞു പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ മുറുക്കുന്ന സ്വഭാവം, അല്ല അങ്ങനെ എന്തെങ്കിലും ചീത്ത സ്വഭാവം പണ്ടുണ്ടായിരുന്നു, ഇപ്പം നിർത്തിയെങ്കിലും അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പല്ല് കടിക്കുന്ന സ്വഭാവം, ഭയങ്കര ദേഷ്യക്കാരനായിട്ട് പല്ല് കടിക്കുന്ന സ്വഭാവം, രാത്രി പല്ല് കിടക്കുമ്പോൾ പല്ല് കടിച്ച് ഇങ്ങനെ ഒച്ച കേൾപ്പിക്കുന്ന ടൂത്ത് ഗ്രൈൻഡിങ് എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളുള്ളവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ പല്ല് തേയ്മാനം വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ വളരെ ആസിഡിക് ആയിട്ടുള്ള സാധനം കഴിക്കുക, ഇപ്പോൾ സോഡ പോലുള്ള സാധനങ്ങൾ, നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ വളരെയധികം കഴിക്കുന്നവർക്കും ഈ പറയുന്ന പോലെ പല്ലിൻ്റെ കട്ടി കുറഞ്ഞു പോകാനും അന്നേരം കടിക്കുമ്പോഴൊക്കെ തേയ്മാനം കൂടുതലാവാനൊക്കെ സാധ്യതയുണ്ട്. ചിലർ വളരെയധികം സമയമെടുത്ത് ഭക്ഷണം കഴിക്കുന്നവരാണ്. കുറച്ച് ഭക്ഷണമാണ് കഴിക്കുന്നവർ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നതാണ്. അങ്ങനെ ചവച്ചരയ്ക്കുമ്പോഴും കുറേയധികം ചവയ്ക്കുന്നവർക്ക് തേയ്മാനം കൂടാനുള്ള സാധ്യതയുണ്ട്. പ്രായമാകുമ്പോഴത്തേക്കും തേയ്മാനം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലരും പറയും അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് വേറെ പല്ല് സെറ്റ് വയ്ക്കാവുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ നമ്മളുടെ പല്ലുകൾ നഷ്ടപ്പെടുക, അതുപോലെ തന്നെ ചവയ്ക്കാനുള്ള എഫിഷ്യൻസി കുറയാനൊക്കെ സാധ്യതയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ചവയ്ക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് പല്ല് തേഞ്ഞു പോകുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ട പല്ലുകളെയൊക്കെ തിരിച്ച് വയ്ക്കുക. വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ തേഞ്ഞു പോയ ഭാഗം കൂട്ടിച്ചേർക്കുക. കുറച്ച് ദിവസത്തേക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാലും, പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള ചുളിവുകൾ കുറയാനും അതോടൊപ്പം തന്നെ ആ കടിക്കുന്ന മസിൽസൊക്കെ തിരിച്ചു വരാനും മുഖമൊക്കെ ഒട്ടിപ്പോയതൊക്കെ തിരിച്ചു വരാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് ക്രൗൺ ചെയ്ത്, ഇനി അഥവാ വളരെയധികം തേഞ്ഞു പോയ റൂട്ടിലേക്കും പൾപ്പിലേക്കും ഒക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്തതിന് ശേഷം ക്രൗൺ ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഓൺലൈസ് എന്ന് പറഞ്ഞ് ഇമാക്സ് ഓൺലൈസ് എന്നൊക്കെ പറഞ്ഞുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് ഇതിനെ തിരിച്ച് വെർട്ടിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ ആ പല്ലിൻ്റെ അതേ ഷേപ്പിലേക്ക്, പണ്ട് എങ്ങനെയാണോ ഇരുന്നത് അതേ ഷേപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഈ കുറ്റിയെല്ലാം പറിച്ച് കളഞ്ഞിട്ട് പല്ല് വയ്ക്കുന്ന പരിപാടിയിലേക്ക് പോകാതെ അതിനെ തിരിച്ച് റിസ്റ്റോർ ചെയ്തെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ ബിൽഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിനെ പുനർനിർമ്മിക്കുന്ന പ്രക്രിയകൾ ഇന്ന് അവൈലബിളാണ്. ആ ചികിത്സകൾ ചെയ്ത് ശരിയാക്കി എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ പല്ല് പറിച്ച് കളയരുത്, കുറ്റിയായി പോയി എന്നോർത്ത് അതിനെ പറിച്ച് കളഞ്ഞിട്ട് പല്ല് സെറ്റ് വയ്ക്കുന്ന പരിപാടിയിലേക്കൊന്നും പോരുത്. നിങ്ങളുടെ പല്ലുകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ചവയ്ക്കാൻ ഏറ്റവും നല്ലതും ചിരിക്കാൻ ഏറ്റവും ഭംഗിയാക്കാനും ഒക്കെ ഏറ്റവും നല്ലത് കുറ്റിയായ പല്ലുകളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് ശരിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പല്ലുകളെ പറിച്ച് കളയരുത്, ശരിയാക്കി എടുക്കാൻ ശ്രമിക്കുക. കുറ്റിയായി പോയി എന്നോർത്ത് വിഷമിക്കാതിരിക്കുക. ചികിത്സ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10-15 കൊല്ലം നിങ്ങളുടെ കുറ്റിയിൽ തന്നെ ഉറപ്പിക്കുന്ന പല്ലുകളെ ബിൽഡ് ചെയ്ത് ശരിയാക്കി എടുക്കുന്ന ഭംഗിയായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് പല്ല് പറിച്ച് കളയാതെ ശരിയാക്കുക. നല്ല പല്ല് ഡോക്ടറെ തന്നെ കാണിക്കുക. ഞാൻ പല്ല് ഡോക്ടറെ ഫോളോ ചെയ്യാൻ മറക്കരുത്.